ഭാരതവും അമേരിക്കയും 2030 $500 ബില്യൺ വ്യാപാരം എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് മിഷൻ 500 പദ്ധതിക്ക് ധാരണയായത്. തന്റെ അടുത്ത സുഹൃത്താണ് മോദിയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. You know, Prime Minister Modi was here just recently, and we've always been very good friends. India is one of the highest tariffing nations in the world. You know that. I know. Thank you for shaking your head, but it's brutal. It's brutal. They're very smart, and he's a very smart man and a great friend of mine, actually. And we had very good talks. I think it's going to work out very well between India and our country. Very, very well. And I want to say you have a great Prime Minister. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതവും അമേരിക്കയും. 2030 $500 ബില്യൺ വ്യാപാരം എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ കൂടുതൽ ശക്തിപ്പെടുന്നു. ഇരട്ടി ബില്യണിലേക്ക് അതിൻ്റെ വളർച്ച എത്തിക്കാനുള്ള ശ്രമം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഇന്ത്യയുടെ ഇമ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ടും ചേർത്താൽ ഈ രണ്ട് വാണിജ്യങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് $200 ബില്യൺ താഴെയാണ്. $200 ബില്യൺ താഴെയുള്ള ഒരു സംഖ്യയാണ് വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വിദേശ വാണിജ്യ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന രീതിയിൽ നിലനിൽക്കുന്നത്. ഇത് 2030 $500 ബില്യൺ ആക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നിലവിൽ. അതിനുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു പദ്ധതി രേഖയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഭാരതത്തിന്റെ എക്സ്പോർട്ട് ഉൽപ്പന്നങ്ങൾ, അതായത് ഭാരതവും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള എക്സ്പോർട്ടിന്റെ വലിയ വ്യതിയാനങ്ങളുണ്ട്. അത് ക്യാപിറ്റൽ ഗുഡ്സിലായാലും അതുപോലെ തന്നെ ഈ ആസ്തി വികസനത്തിനായി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന നിക്ഷേപത്തിലായാലും നിക്ഷേപവും യന്ത്രങ്ങളുടെ ഇറക്കുമതി, അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് വൻതോതിൽ ഇടപാടുകളുള്ളത്. മാത്രമല്ല ഭാരതത്തിന് വലിയ തോതിൽ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട്, അതായത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട് അമേരിക്കയുമായുണ്ട്. അത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോട്ടൺ ഗാർമെന്റ്സ് ആണ് പ്രധാനമായും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ പ്രധാനമായ 3-4 എക്സ്പോർട്ടിംഗ് ഘടകങ്ങൾക്ക് പുറമെ മറ്റ് എക്സ്പോർട്ടിംഗ് വെന്യൂസ് കണ്ടെത്തുക അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് സാധ്യതകൾ കണ്ടെത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നത്. നിലവിൽ എക്സ്പോർട്ട് ചെയ്യുന്ന 5-6 ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ഒരു കയറ്റുമതിക്കായുള്ള സംവിധാനങ്ങൾ, വസ്തുക്കൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ഉൽപാദനം നടത്തുകയും അവ കയറ്റുമതി ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴിയാണ് 5 വർഷത്തോടുകൂടി, അതായത് 2030 $500 ബില്യൺ ഈ വളർച്ച എത്തിക്കുക എന്ന ലക്ഷ്യം വെക്കുന്നത്. ഇരട്ടിയിലേറെ സ്വാഭാവികമായും വളർച്ച ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യം. നമുക്കറിയാവുന്നതാണ് ഈ $500 എത്തിക്കുന്നതിനെ പ്രധാനമായും ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി, അതുപോലെ തന്നെ പഴവർഗ്ഗ സംസ്കരണം, ഇത്തരത്തിലുള്ള രംഗങ്ങളിലും വലിയ മാർക്കറ്റ് അമേരിക്കയിലുണ്ട്. അത്തരത്തിലുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപ സംവിധാനങ്ങൾ ഭാരതത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സാധ്യതകളെയും വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ വിപണിയുടെ വലിയൊരു മാർക്കറ്റ് അമേരിക്കയിൽ നിന്ന് തുറന്നു ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും അനുബന്ധ വ്യവസായങ്ങളുടെ വലിയൊരു സാധ്യത തുറന്നു കിടക്കുന്നുണ്ട്. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ സാധ്യത തുറന്നു കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകൾ മുതലാക്കുകയും അതുപോലെ തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫിന്റെ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ ഭാരതത്തിന് കുറെ കൂടി പൊട്ടൻഷ്യൽ എക്സ്പോർട്ടർ ആകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അമേരിക്കയുമായി. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് 2030 വൻതോതിൽ ഉഭയകക്ഷി വാണിജ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതായത് ഇറക്കുമതിയും കയറ്റുമതിയും ഒരേ സമയം വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണുള്ളത്. സ്വാഭാവികമായും എക്സ്പോർട്ട് തന്നെയായിരിക്കും കൂടുതലായി വരേണ്ടത്. അതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഘടകമാവുക. സ്വാഭാവികമായും അത്തരത്തിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയ ഒരു മാർക്കറ്റ് തന്നെയായിരിക്കും ഭാരതം തുറക്കുക എങ്കിൽ കൂടി തീർച്ചയായും ഇമ്പോർട്ടിന്റെ സാധ്യതകൾ, അതായത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രോസസ്ഡ് ആയ ഗുഡ്സിന്റെ കയറ്റുമതി, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഭക്ഷ്യോൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഈ പഴവർഗ്ഗ സംസ്കരണം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ജ്വല്ലറിയും അതുപോലെ തന്നെ രത്നങ്ങളുടെയും വാണിജ്യ സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള വാണിജ്യ സാധ്യതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയായിരിക്കും $500 ബില്യൺ ഈ വാണിജ്യം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം വളർത്തുക എന്നാണ്, അല്ലെങ്കിൽ ഉയർത്തുക 2030 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.